ഹായ് ഗായ്സ്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആലുവേറ ജെല്ലാണ് കേട്ടോ. നല്ല നാച്ചുറൽ ആയിട്ടുള്ള ആലുവേറ ജെല്ല്. നമ്മളിതിനകത്തേക്ക് കോൺഫ്ലോറോ അല്ലെങ്കിൽ റൈസ് പൗഡറോ നമ്മുടെ ജലാറ്റിനോ സാന്തങ്ങമോ ഒന്നും തന്നെ ചേർക്കാതെ നല്ല സൂപ്പറായിട്ടുള്ള ആലുവേറ ജെല്ലാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആലുവേറ ജെല്ലിന് പ്രത്യേകത കൂടി ഉണ്ട്. നമ്മളിത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൺതടങ്ങളിലെ കറുപ്പ് പോകാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് വൈറ്റൻ ചെയ്യാനായിട്ട് നമ്മൾ ജസ്റ്റ് കളർ ഒന്ന് മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഹെൽപ്പ് ആക്കുന്ന ഒരു ആലുവേറ ജെല്ല് കൂടിയാണ്. അപ്പോൾ ഇതേ രീതിക്ക് നമ്മൾ കുക്കുംബറിൻ്റെ ഒരു ജെല്ല് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ പൊട്ടാറ്റോയുടെ സ്റ്റാർച്ച് പൗഡർ ഉപയോഗിച്ചിട്ട്. ആ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നു നമുക്ക് റോ പൊട്ടാറ്റോ ഉപയോഗിച്ചിട്ടും നമുക്ക് ഇതുപോലെ ജെല്ല് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നുള്ളത്. ഞാൻ അതിനകത്ത് പൊട്ടാറ്റോ സ്റ്റാർച്ച് പൗഡറല്ല ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റോ പൊട്ടാറ്റോ നമ്മൾ പച്ചയായിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു സ്റ്റാർച്ച് എടുത്തിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന ആ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മെത്തേഡാണ് നമ്മളിവിടെ നിന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ആലുവേറ വെച്ചിട്ടാണ് നമ്മൾ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഈ രീതിക്ക് തന്നെ നമുക്ക് കുക്കുംബറും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കി എടുത്തു എന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, ആലുവേറ ജെല്ല് തയ്യാറാക്കിയിട്ട് നമുക്ക് ആലുവേറയുടെ പൾപ്പ് വേണം, ആ ഒരു ജെല്ല് വേണം. അപ്പോൾ അത് ഞാനിവിടെ ഒരു തണ്ട് ആലുവേറ എടുത്തിട്ട് അതിൻ്റെ ആ ഒരു പൾപ്പ് അങ്ങോട്ട് നീക്കിയിട്ട് നല്ലവണ്ണം കഴുകി നല്ല ഐസ് ക്യൂബ് പോലെ അങ്ങോട്ട് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കഴുകിയിട്ട് എടുക്കാനായിട്ട്. പിന്നെ കാണിക്കുന്നത് ഈ ഒരു പൊട്ടാറ്റോ സ്റ്റാർച്ചാണ്. ഈ ഒരു പൊട്ടാറ്റോ സ്റ്റാർച്ച് എങ്ങനെ എടുക്കാമെന്ന് പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, നമ്മൾ ചെറിയ 2 പൊട്ടാറ്റോ എടുക്കുക, നല്ലവണ്ണം കഴുകി അതിൻ്റെ തോലൊക്കെ റിമൂവ് ആക്കിയ ശേഷം നമ്മൾ ആ ഒരു പൊട്ടാറ്റോ ജ്യൂസാക്കി കൊണ്ടുവരും. മിക്സിയിൽ അടിച്ച് അങ്ങ് ജ്യൂസാക്കി കൊണ്ടുവരികയാണ്. എന്നതിന് ശേഷം നമ്മൾ അരിപ്പ് ഉപയോഗിച്ചിട്ട് അങ്ങ് അരിച്ച് മാറ്റിയിട്ട് ആ ഒരു ജ്യൂസ് റെസ്റ്റ് ചെയ്യാനായിട്ട് സമയം കൊടുക്കാൻ കേട്ടോ. റെസ്റ്റ് ചെയ്തിട്ട് വരുമ്പോൾ നമുക്ക് ആ ജ്യൂസിൻ്റെ അടിയിലായിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റാർച്ച് അങ്ങ് പടിഞ്ഞു നിൽക്കും. അപ്പോൾ നമുക്കത് ക്ലിയർ ആക്കാൻ വേണ്ടി നമ്മൾ അതിനകത്ത് വീണ്ടും വെള്ളം ഒഴിച്ച് കൊടുത്ത് മിക്സ് ആക്കിയ ശേഷം നമ്മൾ വീണ്ടും അതങ്ങ് റെസ്റ്റ് ചെയ്യേണ്ട സമയം കൊടുക്കുക. അപ്പോൾ നമുക്ക് അങ്ങനെ അതിന് 1-2 തവണ നമ്മൾ ഒരു വെള്ളം മാറ്റി കൊടുത്ത് റെസ്റ്റ് ചെയ്യാനായിട്ട് സമയം കൊടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള പൊട്ടാറ്റോൻ്റെ സ്റ്റാർച്ച് കിട്ടും. മറ്റേതെന്ന് പറയുമ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ കളറും ആയിട്ട് നമ്മുടെ പൊട്ടാറ്റോ സ്റ്റാർച്ച് ഒരു ബ്രൗൺ കളറായിരിക്കും. അപ്പോൾ നമുക്ക് നല്ല പ്യുവർ വൈറ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ 2-3 തവണത്തേക്ക് വെള്ളം മാറ്റി നമ്മളതങ്ങ് റെസ്റ്റ് ചെയ്യാനായിട്ട് സമയം കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ അതുപോലെ ഒരു 2-3 തവണ ഇതുപോലെ വെള്ളം അങ്ങനെ ഒഴിച്ച് റെസ്റ്റ് ചെയ്ത ശേഷം കിട്ടിയിട്ടുള്ള ലാസ്റ്റ് ഫൈനൽ റിസൾട്ടാണ് നമ്മുടെ ഈ ഒരു പൊട്ടാറ്റോയുടെ ഈ ഒരു സ്റ്റാർച്ച് കേട്ടോ. അപ്പോൾ ആ ഒരു വെള്ളം മാറ്റിയതിന് ശേഷം ഈ ഒരു സ്റ്റാർച്ച് മാത്രമായിട്ട് അങ്ങ് എടുക്കുക. എന്നതിന് ശേഷം നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ആലുവേറ ജെല്ല് ഒരു മിക്സി ബൗളിനകത്തിട്ട് അടിച്ച് നല്ല പേസ്റ്റ് ആക്കി കൊണ്ടുവരണം. അപ്പോൾ നമ്മുടെ ഈ ഒരു ആലുവേറ ജ്യൂസിന് ഇനി നമുക്കൊന്ന് ഫിൽറ്റർ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ അരിപ്പ് ഉപയോഗിച്ചിട്ട് ആ ഒരു ജ്യൂസ് മാത്രമായിട്ട് അങ്ങ് അരിച്ചെടുക്കുന്നുണ്ട്. അതിന് ആ ഒരു പിശടൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ആ ജ്യൂസ് മാത്രമായിട്ട് അങ്ങ് അരിച്ച് മാറ്റിയെടുക്കാം. അപ്പോൾ ഗൈസ്, ഇത്രത്തോളം നമുക്കൊരു ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഒരു 1/2 കപ്പോളം ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി അനുസരിച്ച് ഇത് കൂട്ടി കൊടുക്കാം കേട്ടോ. ജ്യൂസിൻ്റെ അതുപോലെ തന്നെ പൊട്ടാറ്റോ സ്റ്റാർച്ചിൻ്റെ അളവ് നമുക്ക് കൂട്ടി കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു 1/2 കപ്പ് ജ്യൂസിനാണ് ഈ ഒരു 2 കുഞ്ഞു പൊട്ടാറ്റോ സ്റ്റാർച്ച് എടുത്തിരിക്കുന്നത്. ഒത്തിരി അങ്ങ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അങ്ങ് കട്ട പിടിക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാനിവിടെ ചെറിയ രീതിക്കാണ് ഇത് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ട്രൈ ചെയ്യുക. ഇത് ഫസ്റ്റ് ടൈം ആയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നതെങ്കിൽ കുറഞ്ഞ അളവിൽ വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. ഒത്തിരി അങ്ങ് ചെയ്തെടുക്കേണ്ട കാര്യമില്ല. ആദ്യം ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് കാര്യം ഇതൊന്നല്ല, പൊതുവെ എന്ത് കാര്യം നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ കുറഞ്ഞ അളവിൽ ഉണ്ടാക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു കൂട്ടിനെ ഒരു പാനിലോട്ടേക്ക് അങ്ങ് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഗ്യാസ് ഓൺ ചെയ്തിട്ട് അങ്ങ് ചൂടാക്കി എടുക്കുകയാണ്. ഹൈ ഫ്ലെയിമിൽ ഇടരുത്, ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ കൈ എടുക്കാതെ നന്നായിട്ട് അങ്ങ് നമ്മൾ മിക്സാക്കി കൊടുക്കുക കേട്ടോ. എക്സാമി ഓക്കെ. അപ്പോൾ നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുക. മിക്സാക്കുന്ന സമയത്ത് കൈ എടുക്കാൻ പാടില്ല കേട്ടോ. തുടരെയായിട്ട് നിങ്ങൾ ഇളക്കി കൊണ്ടേ ഇരിക്കണം. നമ്മൾ പൊട്ടാറ്റോയുടെ സ്റ്റാർച്ച് പൗഡർ വെച്ച് ഉണ്ടാക്കിയ പോലെ അല്ല ഇത്. നമ്മൾ റോ പൊട്ടാറ്റോ സ്റ്റാർച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൈ ഒരു മിനിറ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്, 1 മിനിറ്റ് അല്ല 1 സെക്കൻഡ് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതങ്ങ് കട്ടയായി അങ്ങ് പോകും. അപ്പോൾ തുടരെ നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ ആരും ഇടരുത്, ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ചെയ്തിട്ട് ഈ കാണിക്കുന്ന ലെവലിൽ നല്ല കട്ടിക്കായിട്ട് അങ്ങ് എടുക്കുക കേട്ടോ. ഒത്തിരി അങ്ങ് ലൂസാക്കേണ്ട കാര്യമില്ല, ചെറിയ രീതിക്ക് അങ്ങ് കട്ടിയായിട്ട് എടുത്തോളൂ. നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നമുക്കത് കുറച്ചും കൂടി വീണ്ടും ലൂസായി കിട്ടും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കട്ടിയിൽ തന്നെ അങ്ങ് ആക്കി എടുത്തോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു കൂട്ട് ആയി കഴിഞ്ഞതും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ആ ഒരു ചൂടോടിട്ട് വേണം ഇത് വേറൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാനായിട്ട്. അപ്പോൾ ആ ഒരു ബൗളിനകത്ത് ഒട്ടും തന്നെ വെള്ളം പാടില്ല, ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കൂട്ടി ആ ഒരു പാനിൽ തന്നെ കിടന്നങ്ങ് ചൂടായിട്ട് അങ്ങ് കട്ടിയായി പോകും. അപ്പോൾ അതിൻ്റെ പേര് പെട്ടെന്ന് തന്നെ അങ്ങ് മാറ്റുക. ഇനി നമ്മളോട് മാറ്റി വെച്ചിരിക്കുന്ന ഒരു കൂട്ട് നല്ലവണ്ണം അങ്ങ് തണുക്കാനായിട്ട് സമയം കൊടുക്കുക. അപ്പോൾ തണുത്ത് വന്നതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് ഓയിൽസ് ചേർത്ത് കൊടുക്കാൻ പോകുകയാണ്. ഈ ഒരു ഓയിൽസ് വന്നിട്ട് ഓയിൽ സ്കിൻ ടൈപ്പുകാർക്ക് നിർബന്ധമില്ല. അതല്ലാണ്ട് ഡ്രൈ സ്കിന്നുകാരും അതുപോലെ നോർമൽ സ്കിന്നുകാർക്ക് നിർബന്ധമായിട്ടും ഇതിനകത്ത് ഓയിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഓയിൽ അല്ല, അതുപോലെ തന്നെ നമുക്ക് ഗ്ലിസറിൻ, വൈറ്റമിൻ ഇ ക്യാപ്സുളും ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഞാനിവിടെ ആൽമണ്ട് ഓയിൽ മാത്രം ചേർക്കുന്നുള്ളൂ. അതും ഞാൻ സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ് ചേർക്കുന്നത്. നോർമൽ ആൽമണ്ട് ഓയിൽ എൻ്റെ കയ്യിലുണ്ട്, അതുപോലെ സ്വീറ്റ് ആൽമണ്ട് ഓയിലുണ്ട്. അപ്പോൾ ഞാനിവിടെ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ ചേർക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഏതാണോ ആൽമണ്ട് ഓയിൽ ഉള്ളത് അത് ചേർക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് കോക്കനട്ട് ഓയിൽ, ഒലീവ് ഓയിൽ ചേർക്കട്ടെ എന്ന് ചോദിച്ചിട്ട് വരും. അപ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ ഓയിൽസൊക്കെ ചിലവരുടെ സ്കിന്നിൽ പിമ്പിൾസ് വരാനുള്ള സാധ്യത ഉണ്ടാക്കും. പിമ്പിൾസും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ബംസ് ഉണ്ടല്ലോ,
ടൈനി ബംസ്, കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ കുരുക്കളില്ലേ, അതൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ടാവും. ഈ കോക്കനട്ട് ഓയിലൊക്കെ ഹെവി ആയിട്ടുള്ള ഓയിൽസ് ഉണ്ട്. അപ്പോൾ അതിന്റെ പേരിൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ആ ഒരു പോഴ്സിനൊക്കെ ക്ലോഗ് ചെയ്തിട്ട് അവിടെ പിമ്പിൾസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒലീവ് ഓയിലും നമ്മുടെ കോക്കനട്ട് ഓയിലും ഞാൻ റെക്കമെൻഡ് ചെയ്യാത്തത്. സ്വീറ്റ് ആൽമണ്ട് ഓയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ പോഴ്സിനെ ക്ലോഗ് ചെയ്യത്തില്ല, അവിടെ നമുക്ക് ആ ഒരു പ്രശ്നം തന്നെ വരുന്നില്ല. നോൺ കൊമഡോജനിക് ആയിട്ടുള്ള ഓയിൽസ് ആണ് നമ്മുടെ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ. ബാക്കിയുള്ള ഓയിൽസ് ഒക്കെ എടുക്കണമെങ്കിൽ കൊമഡോജനിക്കിന്റെ റേറ്റ് കുറച്ച് കൂടുതലാണ് അതിനകത്ത്. നമ്മുടെ ഈ സ്വീറ്റ് ആൽമണ്ട് ഓയിൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നം വരാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്വീറ്റ് ആൽമണ്ട് ഓയിൽ അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഓയിൽ എന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒലീവ് ഓയിൽ യൂസ് ചെയ്താലും കോക്കനട്ട് യൂസ് ചെയ്താലും നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അത് യൂസ് ആക്കാം. ഓക്കെ, അപ്പോൾ അത് ചേരാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ റെക്കമെൻഡ് ചെയ്യുന്നത്. എനിക്ക് എന്തായാലും അത് ചേർത്തില്ല, അപ്പോൾ ഞാനിവിടെ സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് നല്ലൊരു സ്മെല്ലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് നമുക്ക് എസെൻഷ്യൽ ഓയിൽ അല്ലെങ്കിൽ ഫ്രാഗ്രൻസ് ഓയിലൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വെട്രിവേറിന്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് 1-2 തുള്ളി മാത്രം മതി കേട്ടോ, കൂടി പോകരുത്. കൂടിപ്പോയി നമ്മുടെ സ്കിന്നൊക്കെ അങ്ങ് നീറ്റിൽ അനുഭവപ്പെടും. അപ്പോൾ ആ രീതിക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കുക. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് ആമണ്ട് ഓയിലും ഈ ഒരു വെട്രിവേറിന്റെ എസെൻഷ്യൽ ഓയിലാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി മിക്സ് ആക്കി എടുക്കുക. മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് എപ്പോൾ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഇന്ന സമയത്ത് തന്നെ അപ്ലൈ ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും അപ്ലൈ ചെയ്തിട്ട് ഒരു 1-2 മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് കഴുകിക്കളയും. അതല്ല നമുക്കിത് ഫേസിൽ ഇട്ടിട്ട് രാത്രി കിടന്ന് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ, ഒരു പ്രശ്നമില്ല, എങ്ങനെ വേണമെങ്കിലും. പക്ഷെ കഴുകുന്ന സമയത്ത് നമുക്ക് സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഈ രീതിക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം താഴെ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോ വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.